കുളത്തൂപ്പുഴയിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമെന്ന പരാതിയെ തുടർന്നാണ് ഫോക്സ് ടിവി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് തയ്യാറെടുത്തത്. കുളത്തൂപ്പുഴയിലെ മരാമത്ത് വകുപ്പിന്റെ IB കേന്ദ്രീകരിച്ച് വൻതോതിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച സൂചന. ഇതിനെ തുടർന്ന് കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് കുളത്തൂപ്പുഴയിലെ അനധികൃത മദ്യവിൽപ്പനയെക്കുറിച്ച് അറിയാനും അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനും കഴിഞ്ഞത്. അധികൃതരുടെ അനാസ്ഥയാൽ സംരക്ഷിക്കപ്പെടാതെ കാടുകയറി കിടക്കുന്ന IB പരിസരത്ത് സ്ഥിരമായി എത്തിച്ചേരാറുള്ള ചിലരെ ലക്ഷ്യമിട്ടായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള നീക്കം. ഇതിൽ 1 മണിക്കൂറിൽ തന്നെ പലതവണ ഇവിടെ എത്താറുള്ള സലീം എന്നയാളെ കുറിച്ചായി ഞങ്ങളുടെ പ്രധാന അന്വേഷണം. ദിവസങ്ങളായി സലീമിനെ നിരീക്ഷിച്ച ഫോക്സ് ടിവി വാർത്താ സംഘത്തിന് മദ്യം ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താനായി. മരാമത്ത് വിഭാഗത്തിന്റെ പഴയ കെട്ടിടത്തിന്റെ സമീപത്ത് ഒടിഞ്ഞതിനെ തുടർന്ന് KSEB ഉപേക്ഷിച്ച വൈദ്യുതി പോസ്റ്റിനടിയിലായിരുന്നു മദ്യങ്ങൾ അടങ്ങിയ കുപ്പികൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്താനായത്. ആദ്യം സ്ഥലം കണ്ടെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇവിടെ 8ഓളം മദ്യമടങ്ങിയ കുപ്പികൾ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ 1 മണിക്കൂറിനകം ക്യാമറയുമായി എത്തി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ കുപ്പികളുടെ എണ്ണം 4ആയി ചുരുങ്ങിയതാണ്. എന്നാൽ ഇത് എങ്ങനെ പുറത്തെത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നായി ഞങ്ങളുടെ അന്വേഷണം. ഇതിനായി ഞങ്ങളുടെ സംഘത്തിലെ ഒരാളെ തന്നെ മദ്യം വേണമെന്ന ആവശ്യവുമായി സലീമിനെ സമീപിച്ചു. ആദ്യം വിസമ്മതിച്ച സലീം തുക മുൻകൂറായി നൽകണമെന്നാവശ്യപ്പെട്ടു. ഇതിൻ പ്രകാരം ഞങ്ങൾ 500 രൂപ സലീമിന് നൽകി. ഉടൻ തന്നെ 150 രൂപ ഇയാൾ തിരികെ നൽകുകയും ചെയ്തു. അതായത് 210 രൂപ വിലയുള്ള 375 ml മദ്യത്തിന് 350 രൂപ. സലീമിന്റെ വരവും പ്രതീക്ഷിച്ച് ക്യാമറകളുമായി ഞങ്ങളും കാത്തിരുന്നു. അധികം വൈകാതെ തന്നെ ഇവിടെ എത്തിയ സലീം ചുറ്റും ചെറുതായൊന്ന് പരിശോധന നടത്തിയ ശേഷം പോസ്റ്റിനടിയിൽ ഒളിപ്പിച്ച മദ്യക്കുപ്പി എടുത്ത് തിരികെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ഞങ്ങൾ പറഞ്ഞയച്ച ആവശ്യക്കാരനടുത്ത് എത്തുകയും മദ്യം കൈമാറുകയും ചെയ്തു. ഇതാണ് കുളത്തൂപ്പുഴയുടെ അവസ്ഥ. സർക്കാർ മദ്യവിൽപ്പനശാല പൂട്ടിയിട്ടും മദ്യം ആവശ്യത്തിന് ലഭിക്കുന്നു. അല്പം തുക അധികം ചിലവാകും എന്നു മാത്രം. സാധാരണ ദിവസങ്ങളിൽ ലഭിക്കുന്ന വിലയേക്കാൾ അധികം വിലയാണ് ഡ്രൈഡേ ആയ 1-ാം തീയതി. മദ്യം കുപ്പിയിലാക്കി നൽകുക മാത്രമല്ല ഇത്തരക്കാരുടെ പ്രവർത്തനം, ആവശ്യക്കാർക്ക് ചില്ലറയായും നൽകും. കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിൽ നാളുകളായി നടക്കുന്ന ഈ മദ്യവിൽപ്പന നമ്മുടെ പോലീസ് അധികൃതർ ആരും തന്നെ കണ്ടമട്ടില്ല. കുളത്തൂപ്പുഴയിലെ സർക്കാർ മദ്യശാല പൂട്ടി പൂർണ്ണമായും മദ്യനിരോധനം നടപ്പിലാക്കിയെന്ന് അധികാരികൾ പറയുമ്പോഴും കുളത്തൂപ്പുഴയിൽ 24 മണിക്കൂറും മദ്യം സുലഭമായി ലഭിക്കുമെന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടത്. ഇതിനായി ഇത്തരക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നും, അതുതന്നെ ഏറ്റവും സുരക്ഷിതവും. ഫോക്സ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ സൽമാനോടൊപ്പം സനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.